അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ് 34 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അബ്ദുറഹീം എന്ന് പറയുന്ന സൗദിയിൽ 2006 മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഹൗസ് ഡ്രൈവറായി പോയതാണ്. അപ്പം അവിടെ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജയിലിലാവുകയും അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് മണി ആയിക്കൊണ്ട് 34 കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ക്രൗഡ് ഫണ്ടിങ് ആയിരിക്കും അപ്പം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 34 കോടി രൂപ ഒരു 3-4 ആഴ്ച കൊണ്ട് നമ്മൾ കളക്ട് ചെയ്തു, ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിനെയും ഇവിടെയുള്ള മതസൗഹാർദ്ദത്തെയും തകർക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുമ്പോഴും അത് അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യവും ആശ്വാസവും അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു ക്രൗഡ് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നു, നമ്മുടെ സംഘപരിവാറിൻ്റെ ഒക്കെ ചില ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ, എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചില നവനാസ്തികരുടെയൊക്കെ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ഈ സംഗതി നടക്കുന്ന സമയത്ത് അവിടെ യാതൊരു അനക്കവും ഇല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോസ്റ്റ് ഉണ്ട് കഴിഞ്ഞാൽ അഡ്മിൻ ഡിലീറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി. പക്ഷേ ഇതൊന്ന് കഴിഞ്ഞ സമയത്ത് പിന്നെ മാളത്ത് നിന്ന് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി കുറേ ആളുകൾ. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പുകളും, ഞാൻ 2 ആൾക്കാരെയാണ് പരാമർശിച്ചത്, നവനാസ്തികരും സംഘപരിവാറുകാരും, രണ്ടുപേരുടെയും ഗ്രൂപ്പിൽ ഒരേ മെസ്സേജ് വരാൻ തുടങ്ങി. പിന്നെ തുടങ്ങി, അതായത് നമ്മൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാറ്റകൾ ഇങ്ങനെ വരുമല്ലോ, ആ നിലക്കാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊരു കാടൻ നിയമമാണിത്, സൗദിൻ്റെ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്തൊരു കാടൻ നിയമമാണ്, എന്തൊരു വൃത്തികേടാണ് ഈ ആധുനിക കാലത്തും 6-ാം നൂറ്റാണ്ടിലെ കുറേ നിയമങ്ങളുമായിട്ട്, അതുകൊണ്ടല്ലേ ഈ 34 കോടി നമുക്ക് കളക്ട് ചെയ്യേണ്ടി വന്നത്, അതിൽ 1 രൂപ പോലും കൊടുക്കാത്ത ആളുകളാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗത്തും വേറൊരു ഭാഗത്ത് ഞാൻ കണ്ട പ്രചരണം എന്താ വെച്ചാൽ ഒരു കൊലയാളിക്ക് വേണ്ടി ഫണ്ട് നടത്തുന്ന കേരളീയർ എന്ന് പറഞ്ഞാൽ, അതായത് വെച്ചാൽ ഒരേ ഭാഗത്ത് തന്നെ ഒന്ന് കാടൻ നിയമം എന്ന് പറയാം, മറുഭാഗത്ത് കൊലയാളിക്ക് വേണ്ടി ഫണ്ട് ചെയ്യാന്ന് പറയാം. ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഈ കേരള സ്റ്റോറി, യഥാർത്ഥ ഒരു കേരള സ്റ്റോറി നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുത്തു. ആ കേരള സ്റ്റോറിയിൽ പെടാത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ടത്. ഏതൊരു ഇതിനും ഒരു ആഫ്റ്റർ മൂവ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതേപോലെ ഇതിലൊന്നും പെടാത്ത ഈ ഒരു സൗഹാർദ്ദത്തിലോ അല്ലെങ്കിൽ ഈ ഒരു കാരുണ്യത്തിന്റെയോ അല്ലെങ്കിൽ ആർദ്രതയുടെയോ ഒന്നും ഭാഗമാകാൻ കഴിയാത്ത ആളുകൾ അവര് പിന്നെ കരഞ്ഞു തീർക്കുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത്. എന്താ വെച്ചാൽ ഒന്ന് ഇങ്ങനെ ഇത് കാടൻ നിയമം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മൈലേജ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. രണ്ടാമത്തത് ഒരു കൊലയാളിക്ക് വേണ്ടി അയാളൊരു മുസ്ലിം ആയതുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തുക എന്നുള്ള. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ 2 കാര്യങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണ്, വിരുദ്ധ ദിശയിലാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമിനെ ഇത്രേ ഉള്ളൂ. അതായത് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. അത് നേരെ വൈരുദ്ധ്യമുള്ള പോയിന്റ് ആണെങ്കിൽ പോലും എടുക്കുക എന്നുള്ളത് പറഞ്ഞു. അതായത് ഇപ്പൊ കേരളത്തിൽ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ ഇസ്ലാമോഫോബിയുടെ എലമെന്റ് പിന്നെ ഇങ്ങനെ കയറി വരുന്ന കാണാൻ കഴിയും. അപ്പൊ അത് ഈ പറഞ്ഞ നമ്മുടെ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഫോടനം നടത്തിയല്ലോ, ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഒരുപാട് ഈവന്റ്സിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറയല്ലോ, എന്തൊക്കെ സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പോലെ അവർക്ക് കുറച്ച് അജണ്ടകളുണ്ട്. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്നാലും അത് UCC ഇല്ലാതാക്കണം, UCC കൊണ്ടുവരണം. അതിനുള്ള ഒരു ചവിട്ടുപടിയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയാം. ഇസ്ലാമിനെ നിരോധിക്കണം, പിന്നെന്താ പറയുക, ശരീഅത്തിനെ നിരോധിക്കണം, ശരീഅത്ത് നിയമങ്ങൾ അപ്രസക്തമാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട് അവർ എന്താ വെച്ചാൽ എന്ത് സംഭവിച്ചാലും അതൊരു നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അടിക്കാനുള്ള ഒരു വടിയാക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ പ്രധാനമായിട്ടും ഉയർന്നൊരു ചോദ്യത്തിന് നമ്മൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം ഇവിടെ നടന്ന സംഭവം എന്താണ്? ഒരാൾ അദ്ദേഹത്തിൻ്റെ നെറേറ്റീവ് പ്രകാരം, അബ്ദുറഹീം എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ പറഞ്ഞത് പ്രകാരം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്ക് പറയാം. അദ്ദേഹം വിചാരിക്കാത്ത രീതിയിൽ മനഃപൂർവ്വം അല്ലാതെ ഒരു മരണം നടന്നു, ഒരു കൊലപാതകം നടന്നു. അപ്പോൾ ഇസ്ലാമിക കോടതിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കുന്നു. അപ്പം മനഃപൂർവ്വം അല്ലാത്ത ഒരു സംഗതിക്ക് ഇസ്ലാമിക കോടതിയിൽ എന്താണ് നിയമം? വധശിക്ഷ ഉണ്ടോ? അതേപോലെ മനഃപൂർവ്വം അല്ലാത്തതിനാണോ ഈ 34 കോടി കളക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ കളക്ട് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത്? അതൊന്ന് കൺവിൻസ് ചെയ്യാൻ പോലും അവിടുത്തെ ഭരണകൂടത്തിന് പറ്റുന്നില്ലേ? ഒരു ശരിയാ കോടതിക്ക് പറ്റുന്നില്ലേ? പിന്നെ ഇതെന്തൊരു കാടൻ നിയമമാണ് എന്നുള്ള ഒരു സാധാരണ ഒരു ചോദ്യം ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശരിയായി നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ ആരുടെ നെറേറ്റീവാണ് ഉള്ളത്?
തീർച്ചയായും നമ്മളിപ്പോഴും കൂടുതൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചൊരു കാര്യമാണ് എന്ന് നമ്മൾ അത്രമേൽ നമുക്ക് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ ആ ഒരു കളക്ഷന്റെ ഭാഗമായ ആളുകളാണ്. അത് 34 കോടി എത്തുമ്പോൾ അതിന്റെ സന്തോഷം നമ്മൾ എല്ലാവരും അനുഭവിച്ചതുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതികളിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം, അതായത് നമ്മളിപ്പം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന മനഃപൂർവ്വമല്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് എന്നത് തെളിവുകൾ കൊണ്ട് കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അഥവാ അവിടെയുള്ള കോടതികൾ, ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടത് എന്താ വെച്ചാൽ ഒരു കോടതി ഇങ്ങനെ തീരുമാനിച്ചു, അപ്പോൾ പിന്നെ വധശിക്ഷ എന്ന് തീരുമാനിച്ചു എന്ന നിലക്കാണ് ആളുകൾ. പക്ഷെ ഇത് പല കീഴ്ക്കോടതികൾ കഴിഞ്ഞ് മേൽക്കോടതികളിലേക്കൊക്കെ എത്തി, അങ്ങനെ ഒരുപാട് അപ്പീലുകൾ കഴിഞ്ഞ് അതാണ് 17 കൊല്ലം. അപ്പോൾ ഈ അപ്പീലുകളൊക്കെ കഴിഞ്ഞു, അല്ലാതെ പിറ്റേന്ന് തന്നെ വധശിക്ഷയ്ക്ക് ഇവരുടെ നെറേറ്റീവ് കേട്ടാ അങ്ങനെ വിചാരിക്കും. അതായത് ഇസ്ലാമിക കോടതി എന്ന് പറഞ്ഞാൽ അപ്പം വധശിക്ഷ ഏറ്റവും ഒരാൾക്ക് വധശിക്ഷ എത്രത്തോളം മാറ്റി 17 കൊല്ലായി. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ നേരെ ഒരു കോടതി നിയമം നൽകുക, എന്നാൽ പിന്നെ അവനൊക്കെ കൊന്നാളി എന്ന് പറയുകയാണെങ്കിൽ 17 കൊല്ലം മുമ്പേ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയല്ല, മറിച്ച് ഒരുപാട് അപ്പീലുകളും വീണ്ടും മേൽക്കോടതികളിലേക്കൊക്കെ പോയിട്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന കാര്യം മനഃപൂർവ്വമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അതൊരു പക്ഷേ തെളിവുകൾ നമുക്ക് തന്നെ അറിയാവുന്നതാണല്ലോ, കോടതികളിൽ നമുക്ക് തെളിവുകൾ സമർപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ചില. അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു ശാരീരികമായി പ്രയാസമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പിന്നെ അത്തരത്തിലുള്ള ചില ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെ പരിപാലിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് ഡ്യൂട്ടി. ഡ്രൈവറുമാണ്. അപ്പോൾ ആ കുട്ടിയെയും കൊണ്ട് ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ നറേറ്റീവ് എന്ന് പറയുന്നത്, എന്ത് ചെയ്തു, ഈ ഒരു ട്രാഫിക് സിഗ്നൽ അത് പിന്നെ റെഡ് ക്രോസ് ചെയ്തുകൊണ്ട് പോകാൻ എന്ത് ചെയ്തു, കുട്ടി ഇയാളെ നിർബന്ധിച്ചു. അപ്പോൾ ഇയാളതിന് തയ്യാറായില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു, ഇവരെ തുപ്പുകയും മുഖത്തേക്ക് തുപ്പുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഒന്ന് സ്വയം രക്ഷാർത്ഥം ഒന്ന് തട്ടിയപ്പോൾ ആ ഉപകരണം താഴ്പോയി, അങ്ങനെ കുട്ടി മരിച്ചുപോയി. പിന്നീട് നോക്കുമ്പോഴാണ് മനസ്സിലായത് കുട്ടി മരിച്ചുപോയി എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ നമുക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ന്യൂസുകളിലടക്കം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ സംഭവിച്ചു, അത് തീർച്ചയായും നമ്മളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നാണ്. പക്ഷെ പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ആലോചിക്കും, നമ്മളെ ഓരോരുത്തരും നമ്മളെ ആ ഒരു പ്ലേസിലേക്ക് പ്ലേസ് ചെയ്യാം. അത് നമ്മുടെ നാട്ടിലല്ല, മറ്റൊരു നാട്ടിലേക്ക് പുതുതായി എത്തിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിചയമില്ലാത്തൊരു നാട്ടിൽ ഇങ്ങനെ അവിടെയുള്ള പൗരന്റെ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കയ്യാൽ ഒരു അബദ്ധം പറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും, വെപ്രാളപ്പെട്ടു പോകും, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാളെ വിളിച്ചു വരുത്തി എന്താ ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് എന്ത്, ഇങ്ങനെ ഒരു കൊള്ളക്കാർ വന്ന് ഇയാളെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതാണ് എന്ന് നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാമെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ കെട്ടിയിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി അവസാനം ആ കുട്ടി എന്തായാലും മരണപ്പെട്ടു. അതാണ് എന്ത് ചെയ്യുന്നത്, കോടതിയിലേക്ക് പറയുന്നത്. പക്ഷേ പിന്നെ കോടതി എന്ത് ചെയ്തു, ഇത് വിസ്തരിച്ചു, ഈ പറഞ്ഞ ബന്ധുവിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിന്റെ തുടർച്ചയായി നടക്കുന്നുണ്ട്. ജയിലിലായി, പിന്നെ ജാമ്യം കിട്ടി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് വാർത്തയിൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു വേറൊരു ഭാഗം കൂടി അതിനുണ്ട്. മാത്രമല്ല നമുക്ക് ഇപ്പോൾ അറബ് ന്യൂസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ ഒക്കെ ഉള്ളൊരു വാർത്തയിൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ, ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള, അതായത് കോടതിയിലെത്തിയ രേഖകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരിക്കലും ഇത് മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചതാണ്. കോടതി കാണുന്നത് ഇത് ഇവര് മനഃപൂർവ്വം ചെയ്തു എന്നുള്ളതാണ്. കോടതിക്ക് ബോധ്യപ്പെട്ടത് അതാണ്. ആ കുട്ടിയുടെ പിന്നെ പിതാവിനും കുടുംബത്തിനും ബോധ്യപ്പെട്ടത് ഇദ്ദേഹം മനഃപൂർവ്വം ചെയ്തു. കാരണം അതിനുമാത്രമുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു. നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു വെപ്രാളത്തിൽ ചെയ്തു പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായും അതുകൊണ്ടാണ് നമ്മളൊക്കെ അത് അദ്ദേഹം മനഃപൂർവ്വം അല്ലാന്ന് വിശ്വസിക്കുന്നതും അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നതും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഇത് ഇദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വേറൊരു പിന്നെ കാര്യം കേട്ടെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ പിതാവ് പറയാണ്, ഓക്കെ ഇങ്ങനെ സംഭവിച്ചു പോയി, അതായത് കൈതട്ടി ആ കാര്യങ്ങൾ സംഭവിച്ചു പോയി. അവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത്
ഇങ്ങനെ മറ്റൊരാളെ വിളിച്ചു വരുത്തുന്നു, ഇങ്ങനെ ഒരു കഥ സ്റ്റോറി ഉണ്ടാക്കുന്നു, എന്നിട്ട് കെട്ടിയിടുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിലും എൻ്റെ മകൻ ഇപ്പം ജീവനോട് കൂടി ഉണ്ടാകുമായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായത്? ആ ഉമ്മയുടെ കണ്ണുനീർ, ഒരു മകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ മകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉമ്മയുടെ കണ്ണുനീരിനോട് ഐക്യദാർഢ്യപ്പെട്ടതാണ് നമ്മളെല്ലാവരും. ബാക്കിയെല്ലാം മാറ്റി വെച്ചാലും ബാക്കി എന്ത് നെറേറ്റീവിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊക്കെ അതിന്റെ ഭാഗമായി ആ ഉമ്മയുടെ കണ്ണുനീരിന്റെ ഭാഗമാകാതെ ഇതേപോലെ ഒരു ഉപ്പാന്റെ കണ്ണുനീരാണ്. അല്ലെങ്കിൽ വേറെ അവിടെയും ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, കുടുംബമുണ്ട്. അവർക്ക് കുറച്ചുകൂടി മലയാളി എന്നുള്ള അദ്ദേഹത്തോട് അറ്റാച്ച്മെന്റ് തോന്നുന്നു. അത് സ്വാഭാവികമാണ്. അതേപോലെ സ്വന്തം മകന് നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ആ ഒരു അതേ കാര്യം അവർക്കും ബാധകമാണ്. അപ്പൊ അവർ പറയുന്നതാണ് ഇത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന രക്ഷിക്കാവുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇതാണ്, അതായത് കോടതിക്ക് ബോധ്യപ്പെടുന്നു ഇത് മനഃപൂർവ്വമാണ് എന്ന്. കുടുംബത്തിന് ആണ് മനഃപൂർവ്വമാണെന്ന് മാത്രമല്ല ഇത് ഇവർക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള ഒരു തോന്നലും ഉണ്ടാകുന്നു. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, മാപ്പ് കൊടുക്കാത്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ മനഃപൂർവ്വമല്ലാത്ത കുറ്റത്തിന് വധശിക്ഷ, മനഃപൂർവ്വമല്ലാത്ത കുറ്റം യഥാർത്ഥത്തിൽ മനഃപൂർവ്വമല്ലാത്ത കുറ്റമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനഃപൂർവ്വമല്ലാത്ത ഒരു വധം നടന്നാൽ ഒരിക്കലും അവിടെ വധശിക്ഷയില്ല. ഇസ്ലാമിക നിയമപ്രകാരം, ഇപ്പോൾ സൗദി നിയമപ്രകാരം തന്നെ മനഃപൂർവ്വമല്ല ഒരു കൊലപാതകം നടന്നത് എങ്കിൽ അവിടെ വധശിക്ഷയില്ല. അവിടെ പിന്നെ ബ്ലഡ് മണി ഉണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞ ഇത്രയും വലിയ അളവിൽ അതിന് ഒരു ലിമിറ്റ് ഇസ്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ ഇത്രയും വലിയൊരു തുക വരികയില്ല. ഏതാനും ലക്ഷങ്ങളാണ് അവിടെ ബ്ലഡ് മണി ആയിട്ട് വരും. അപ്പൊ ഇത് പ്രധാനമാണ്. കാരണം മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകമല്ല നടന്നത് എന്നാണ് ഇപ്പം സൗദി കോടതി കണ്ടുപിടിച്ചത്. ഇത് പലർക്കും അറിയില്ല. ഇവിടെ നമ്മൾ ഓക്കെ, നമ്മൾക്ക് അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. നമ്മൾ കാണുന്നത് നിരപരാധിയായിട്ടുള്ള അബ്ദുർ റഹീം എന്ന മനുഷ്യനെ രക്ഷിക്കാൻ എന്നുള്ളതാണ്. എന്നാൽ അവിടുത്തെ കോടതിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അപരാധിയാണ്, അതുകൊണ്ടാണ് വധശിക്ഷ വിധിക്കപ്പെട്ടത്. പക്ഷെ ഇത് ഇവിടെ കാണിക്കുന്നത് നിരപരാധിക്ക് കണ്ടോ വധശിക്ഷ, അദ്ദേഹം അറിയാത്തൊരു കാര്യത്തിന്. അല്ല, ഇതില് ഇപ്പൊ നമുക്ക് വേണേൽ റിലേറ്റ്, നമുക്കിപ്പോ മലയാളി എന്നുള്ള അറ്റാച്ച്മെന്റിൽ മാത്രമല്ല, ഞാൻ പറയുന്ന ആ ഉമ്മയുടെ കണ്ണുനീരാണ് ഏറ്റവും പ്രധാനം. അതൊപ്പാൻ എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ച ടാഗ് ലൈൻ തന്നെ. അത് നമ്മൾ അച്ചീവ് ചെയ്തു. നമുക്കതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഫ്ലിപ്പ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുമല്ലോ. സാധാരണ നമ്മളുടെ ഒരു പ്ലേസിലേക്ക് വേറൊരാളെ വെച്ചിട്ട് അതേപോലെ ചെയ്തു നോക്കുക. ഇപ്പോൾ ഗൾഫിലേക്ക് മലയാളികൾ പോകുന്നത് ഒരു അന്യ നാട്ടിലുള്ള തൊഴിലാളി എന്നുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വരുന്ന ഒരു ബംഗാളി വരും. ഓക്കെ, ബംഗാളി വന്നു, നമ്മുടെ വീട്ടിലെ ഡ്രൈവറാക്കി അദ്ദേഹത്തെ വെക്കുന്നു. നമ്മുടെ വീട്ടിലൊരു അംഗപരിമിതിയുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഈ ബംഗാളിയുടെ കൂടെ പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ്. മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ കൂടെ ഈ ബംഗാളി വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, കള്ളക്കഥ ഉണ്ടാക്കുന്നു ഒക്കെ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ആ കള്ളക്കഥകൾ തെറ്റാണ് എന്ന് തെളിയുന്നു എന്നൊരവസ്ഥ വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ പ്ലേസിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും വേറൊരു ബംഗാളിയെക്കുറിച്ചും ആലോചിച്ച് നോക്കാം. നമുക്ക് എപ്പോഴെങ്കിലും അതിന് മാപ്പ് നൽകാൻ പറ്റും? അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളത് അറിയാം. അതിൽ ശരിയും തെറ്റുമായ എലമെന്റ്സ് ഉണ്ട്, അതിൽ വേറെ കാര്യം. പക്ഷേ നമ്മുടെ മനോഭാവം പൊതുവായിട്ട് എങ്ങനെ വരുന്നതിൻ്റെ കമന്റ് ബോക്സുകളിലൊക്കെ അത്തരം വാർത്തകളിൽ കാണാൻ പറ്റും. ഒറ്റയടിക്കോണ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ആൾക്കാണ് വരിക. അപ്പോൾ ഇതേ സംഭവമാണ് എന്നുള്ളത് നമ്മളൊന്ന് ഫ്ലിപ്പ് ടെസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം. നമ്മളൊരു ഇമോഷന്റെ പുറത്ത് ഒറ്റയടിക്ക് ഈ ശരീരത്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ നിയമങ്ങൾ കാടവനാണ് എന്ന് പറയുന്നതിന് പകരം ഈ സംഭവങ്ങളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഫ്ലിപ്പ് ടെസ്റ്റ് ചെയ്താൽ തന്നെ അത് മനസ്സിലാവും. ഇമോഷന്റെ പുറത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അപ്പുറത്തേക്ക് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ഇത് മലയാളികളുടെ കമന്റ് ബോക്സിൽ നമ്മൾ കാണുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഗോവിന്ദചാമിയുടെ ഇഷ്യൂ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവനൊക്കെ തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ? ഇവനെ അങ്ങോട്ട് കൊന്നുകളയല്ലേ വേണ്ടത്, ഇവിടെ വേണ്ടത് സൗദി നിയമമാണ് എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്? നമ്മുടെ ഉള്ളിലുള്ളൊരു മനസ്സിൻ്റെ ഒരു തേട്ടമാണത്. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ വെച്ച് പൊറപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വധശിക്ഷ എന്ന് പറയുന്നത് കാടനാണ് എന്നുള്ള ഒരു കാര്യം. ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റാണ് വധശിക്ഷ എന്ന് പറയുന്നത് നിർത്തലാക്കാം, ക്യാപിറ്റൽ പണിഷ്മെന്റ്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഈ ഗോവിന്ദചാമി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ വരിക, ബലാത്സംഗങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ സംഭവിക്കുക, ഇവിടെയൊക്കെ നമ്മൾ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വധശിക്ഷയ്ക്കെതിരായിട്ട് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഇവൻ എത്രയും പെട്ടെന്ന് കൊല്ലണമെന്നാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മളുടെ പോലും മനസ്സിൻ്റെ ഒരു തേട്ടാണ് എന്ത്, ഇത്രയും ക്രൂരമായി ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടതാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലടക്കുന്നുണ്ട്.
ഇത് വെച്ചാൽ എന്തിനാണ് ഒരു ശിക്ഷ എന്ന് പറയുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. ഈ വധശിക്ഷയുടെ, ബ്ലഡ് മണിയുടെ ഒക്കെ ഒരു മാനവികത ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചൊക്കെ എന്തിനാണ് ഒരു ശിക്ഷ? ശിക്ഷയ്ക്ക് രണ്ട് ഒബ്ജക്റ്റീവുകളാണുള്ളത്. ഒന്ന് എന്താ വെച്ചാൽ പിന്നെ ഈ സമൂഹത്തിൽ അത് തടയുക എന്നുള്ളതാണ്. ഈ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഇത്രയും പിന്നെ ഗൗരവകരമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകും എന്നിപ്പോ നമ്മുടെ ബലാത്സംഗത്തിന്റെ വിഷയം പറയും. എന്തുകൊണ്ടാണ് ബലാത്സംഗം കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എല്ലാവരും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിയമങ്ങളുടെ അപര്യാപ്തത. എന്താ ഈ നിയമങ്ങളുടെ അപര്യാപ്തത പറഞ്ഞാൽ ചെയ്തോന് കാര്യമായി ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ബാക്കിയുള്ളവർക്കും പേടി ഉണ്ടാവില്ല. ഇത്രയേ ഉള്ള കാര്യം. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നിങ്ങളുടെ കാര്യം പിന്നെ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയായിരിക്കും എന്ന ഒരു തോന്നൽ അവന് ഉണ്ടായേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ പിന്നെ സമൂഹം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ശരിക്കും നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പറയണ്ടല്ലോ. ഇസ്ലാമിലെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ സൂറത്ത് ബക്കറയിലുള്ള 178 ആയത്തിലാണ്. അതായത് കൊല ചെയ്യപ്പെടുന്നവന് പകരമായി കൊല ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ആയത്തിൽ ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. 179 ആയത്ത്. അതായത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, അതായത് ബുദ്ധിമാന്മാരെ അങ്ങനെ തുല്യ ശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. അപ്പോൾ കൃത്യമായി അതിന്റെ റാഷണൽ അടക്കം ചെയ്യുന്നുണ്ട്. ഇസ്ലാം പറയുന്നുണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി എത്ര ഈ നിയമനിർദ്ദേശങ്ങൾ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഖിസാസ് എന്ന് പറയുന്നത്? എന്തിനാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്? അത് നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ, നല്ലൊരു സൊസൈറ്റിക്ക് നിലനിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ പ്രകാരം. അല്ല, ഇതിൽ നമ്മുടെ ഈ മാനവികത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഈ പിന്നെ എന്താ പറയുക, കൊലപാതകൾക്കും അതുപോലെ തന്നെ ബലാത്സംഗ വീരന്മാർക്കും വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയല്ല. കൊലപാതകിയുടെ പിന്നെ അയാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം നമ്മൾ എന്തിക്കും, ബാക്കി സമൂഹം മുഴുവൻ ഉണ്ടല്ലോ, അയാളെ കുറിച്ച് മാത്രമല്ലോ കൺസേൺ ആണ്ടത്. നമ്മൾ പറയാം ഒരു ബലാത്സംഗിയെ പിടിച്ചു, അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന് ഉറപ്പിച്ചു, എന്നിട്ട് നമ്മൾ പറയാണ് ഈ വധശിക്ഷ പാടില്ല എന്ന് പറയും. അയാളുടെ മനുഷ്യാവകാശം മാത്രം. അതായത് ഈ ബലാത്സംഗം ചെയ്തിട്ടുള്ള ആ വ്യക്തിയുടെ മനുഷ്യാവകാശത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു. ചുറ്റുമുള്ള വലിയൊരു വിഭാഗം സ്ത്രീകളെ നമ്മൾ മറക്കുകയാണ്. ഇദ്ദേഹത്തിന് കിട്ടുന്ന പണിഷ്മെന്റ് കണ്ട് നരമ്പ് രോഗികളായ കുറെ ആൾക്കാർ അവിടെ ബാക്കിയുണ്ട്. അവര് എന്ത് മെസ്സേജാണ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ കുറ്റവാളികളുടെ മനുഷ്യാവകാശം പ്രൊജക്റ്റ് ചെയ്യുകയും അല്ലാത്തവരുടെ മനുഷ്യാവകാശത്തെ ഒരു നിലക്കും വില ജീവിക്കാനുള്ള അവകാശത്തെ, അതാണ് ഏറ്റവും നല്ലത്, ജീവിക്കാനുള്ള അവകാശത്തിനെ പോലും വില കൽപ്പിക്കാത്തൊരു ഒരു പ്രശ്നമാണ് ഈ വധശിക്ഷ. ഇതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അവിടുത്തെ ക്രൈം റേറ്റ് കുറവാണ്, ബലാത്സംഗങ്ങൾ കുറവാണ്, അതേപോലെ തന്നെ ഈ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം നിയമം അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇതിൽ ഓരോ ഒബ്ജക്റ്റീവ് ഇതാണ്, സമൂഹത്തിനൊരു പാഠം നൽകുക. അതുകൊണ്ടാണ് ചില ശിക്ഷകളൊക്കെ വലിയ രൂപത്തിൽ സമൂഹത്തിന് പാഠം നൽകേണ്ട ശിക്ഷകളൊക്കെ പരസ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് പരസ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ തൂക്കിലേറ്റുക എന്നൊക്കെ പറയാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? തൂക്കിലേറ്റെന്ന് പറഞ്ഞാൽ ഇയാളെ കണ്ട് കൊല്ലുക എന്നുള്ളതല്ല ഒബ്ജക്റ്റീവ്, മറിച്ച് സമൂഹത്തിന് പാഠം നൽകുക എന്നുള്ളതാണ്. അത് പരസ്യമായി നടത്തുക എന്നുള്ളതിനും ഒരു അതിന്റെ ഒബ്ജക്റ്റീവ് അല്ല. അയാളെ കൊന്നിട്ട് ഇവിടെ പറഞ്ഞ് അയാളെ ജയിലിൽ അടച്ചാൽ പോരെ, പക്ഷെ അയാളെ കൊന്നിട്ട് ഇവിടെ നിന്ന് നേടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സമൂഹത്തിന് മുന്നിൽ ഒരു പാഠം നൽകുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ഒന്നാമത്തെ സമൂഹത്തിന് പാഠം നൽകുക എന്നല്ല, രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളിലൊന്ന് ഈ ഇരയാക്കപ്പെട്ടവർക്കുള്ള ഒരു സമാധാനം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏത് കുറ്റത്തിനും പരിപൂർണമായ നീതി ഇവിടെ സാധ്യമല്ല. എല്ലാവർക്കും ഈ ലോകത്തൊരു പരിപൂർണ്ണ നീതി എന്നുള്ളത് നടപ്പിലാക്കാൻ പറ്റൂല എന്നുള്ളത് എല്ലാവർക്കും അതിൽ സംശയമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഭൗതികവാദികൾക്കാണെങ്കിലും എല്ലാത്തിനും സംശയമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 100 പേരെ കൊന്ന ആൾക്കും നമുക്ക് ഒരു തവണ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരാളെ കൊന്നാക്കും അദ്ദേഹം കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തവർക്കും എല്ലാവർക്കും ആ രൂപത്തിൽ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെ സാധ്യമല്ല. അപ്പോൾ പിന്നെന്താ ശിക്ഷ കൊണ്ട് സാധിക്കുക? ഇരയാക്കപ്പെട്ടവർക്കൊരു സമാധാനം, അദ്ദേഹത്തിനും ഒരു അർഹമായത് കിട്ടിയിട്ടുണ്ട് എന്നൊരു സമാധാനം, അവർക്ക് മുന്നോട്ടുള്ള ജീവിതം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ അല്ലെ, നമ്മൾ സ്ഥിരം പറയുന്ന ഒരു മനോഗത ഉണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ നെഞ്ചുപിരിച്ച് നാട്ടിലൂടെ നടക്കുകയാണ് അല്ലെ. ഇപ്പോൾ ഈ റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ ആ ഒരു കണ്ണുനീര് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവിനെ ഒന്നുമില്ല, നമ്മൾ ഈ പൊളിറ്റിക്കൽ മേഡർ എന്നൊക്കെ പറയും, നമുക്ക് മനസ്സിലാവും, അത് ന്യായീകരിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമുക്ക് പറയാം, അതായത് ഒരു പൊളിറ്റിക്കലായ ഒരു കാരണം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടാണ്. ഇതൊന്നുമില്ല,
ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ പള്ളിയിൽ കിടന്നുറങ്ങായിരുന്നു. അയാളെ പോയി വെട്ടിക്കൊന്ന് ആ കൊല ചെയ്ത ആളുകൾ അവരെന്ത് ചെയ്യാണ്, ഒരു പ്രശ്നമില്ലാതെ നിരപരാധികളാണെന്ന് പറഞ്ഞ് റോഡിലൂടെ നടക്കുകയാണെന്ന് മാത്രമല്ല അവർക്ക് സ്വീകരണം നൽകുക. ഇത് കാണുന്ന ആ സ്ത്രീയുടെ മനോനില നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതില്ലേ? അപ്പോൾ അവിടെ അവർക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്തേ ഉള്ളൂ? ഇത്രയും അനീതി ഞാൻ നേരിട്ടിട്ടും ഒരു അർഹിച്ചത് പോയിട്ട് അതിൻ്റെ ഒരു അംശം പോലും നീതി നടപ്പിലായില്ലോ എന്നുള്ളതാണ് ഇനി അവരുടെ ജീവിതത്തിന്റെ അങ്ങോട്ടുള്ള എല്ലാം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ശിക്ഷ, ഇവിടെ വധശിക്ഷയോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയൊരു സമാധാനമെങ്കിലും ഇത് പൂർണ്ണമായ നീതി ആവില്ല. നമ്മൾ പൂർണ്ണമായ നീതി ആവില്ല. ഇപ്പൊ ഇസ്ലാം പറയുന്നത് വെച്ചാൽ ഒരിക്കലും ഇവിടെ പൂർണ്ണമായ നീതി സാധ്യമല്ല. വധശിക്ഷയാണെങ്കിൽ പോലും പൂർണ്ണമായ നീതിയല്ല, മറിച്ച് അത് നടപ്പിലാകുന്നത് പരലോകത്താണ്. അത് പൂർണ്ണമായ നീതിയുടെ ഒരു ലോകം വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണം, ഇൻ കേസ് ഇവിടെ ഒരു കൃത്യമായൊരു നീതി എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു വിധി വന്നില്ല. ഇപ്പോൾ എൻ്റെ പിന്നെ ഒരു ഉപ്പയെ അല്ലെങ്കിൽ മകനെ കൊന്ന ആള് എനിക്കറിയാം അയാളാണ് കൊന്നത്, പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥ കോടതി മുഖാന്തരം ഉണ്ടാവുകയാണെങ്കിൽ പോലും എനിക്കൊരു സമാധാനമുണ്ട്. കാരണം എന്താ, നീതി നടപ്പിലാക്കപ്പെട്ടിരിക്കും എന്ന ഒരു പ്രതീക്ഷ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഉറച്ച വിശ്വാസം അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു കാര്യം. പക്ഷെ ഇവിടെ പൂർണ്ണമായി നടപ്പിലാക്കപ്പെടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഒരു സമാധാനം നൽകുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതിക്ക് ബോധ്യപ്പെട്ടു. അവിടെ പിന്നെ എന്താണ് ഉള്ള ഓപ്ഷൻ? നമ്മുടെ നാട്ടിലെ പോലെയുള്ള നമ്മുടെ നാട്ടിലും മറ്റു മിക്ക രാജ്യങ്ങളിലുള്ള അവസ്ഥ എന്താ? അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, അതായത് മനഃപൂർവ്വം ചെയ്ത കൊലയാണ്, വധശിക്ഷയാണ് ശിക്ഷ എന്ന് വിധിക്കപ്പെട്ടു. പിന്നെ എന്താ ഓപ്ഷൻ? രാഷ്ട്രപതി. അപ്പോൾ അവിടെ വെച്ചാൽ മേൽക്കോടതികളിലേക്ക് ഇങ്ങനെ പോകാം, അപ്പീൽ പോകാം. അതിപ്പോൾ സൗദിയിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവസാനം അത് അൾട്ടിമേറ്റ് തീരുമാനിക്കേണ്ടത് ആരാണ്? രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. രാഷ്ട്രപതി ദയ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വധശിക്ഷ മാറ്റി വല്ല ജീവപര്യന്തോ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ഓപ്ഷൻ. അതൊരു സിസ്റ്റമാണ്, അത് ആ രൂപത്തിൽ പോകുന്നു. പക്ഷേ ഇവിടെ ഇസ്ലാമിക നിയമപ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ സൗദിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇസ്ലാമിക നിയമങ്ങളിൽ എന്താണ് അവസ്ഥ? അവിടെ നമ്മൾ ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റീവിലാണ് അവിടെ പ്രാധാന്യം. എന്ന് വെച്ചാൽ ഒന്ന് സമൂഹത്തിന് ഒരു മെസ്സേജ് നൽകുക എന്നുള്ളത്, രണ്ടാമത് അതിൻ്റെ ഇരയാക്കപ്പെട്ടവർക്ക് ഒരു സമാധാനം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഇരയാക്കപ്പെട്ടവരിലേക്ക് അത് എന്ത് ചെയ്യാണ്, പോവുക. അവർക്കാണ് അത് തീരുമാനിക്കാനുള്ള അർഹത. അപ്പോൾ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, അയാൾ മനഃപൂർവ്വം ചെയ്ത കൊലയാണെന്ന് വിധിക്കപ്പെട്ടു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ പിന്നെ ആ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബം തീരുമാനിക്കും അയാൾ വധശിക്ഷയ്ക്ക് തന്നെ വിധേയനാകണോ. അവർ തീരുമാനിച്ചാൽ വധശിക്ഷയെ പറ്റുള്ളൂ. രണ്ടാമത്തത്, അവർക്ക് വേണേൽ വെറുതെ വിടാം. ഇങ്ങനെ വല്ല കേസുകളുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു വിട്ടുവീഴ്ച നൽകാനുള്ള ഒരു മനസ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നൽകാം. മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിനിടയിലൊക്കെ വിസ്മരിച്ചു പോകുന്നുണ്ട്. ഈ മാപ്പ് നൽകുക എന്നുള്ളതിന് ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാപ്പ് നൽകുകയാണ്, അതാണ് നിങ്ങൾക്ക് ഹൈർ. നിങ്ങൾ മാപ്പ് നൽകുക എന്നാൽ അതേസമയം മാപ്പ് നൽകിയിരിക്കണം എന്ന് പറയില്ല, അതൊരിക്കലും പറയില്ല. അതായത് മാപ്പ് നൽകുന്നതാണ് ഹൈർ, മാപ്പ് നൽകാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴും അതാണ് നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ നല്ലത് എന്നൊക്കെ പറയുമ്പോഴും അത് ചെയ്താൽ നിർബന്ധമില്ല, അതൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിനെ കുറിച്ച് പൊതുവെ പറയില്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരു മധ്യമ നിലപാടിലാണ് എന്ന്, ഒരു വസത്തിയായ നിലപാടാണ് ഇസ്ലാമിലുള്ളത്. അത് ശരിക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ളതെന്താ വെച്ചാൽ പ്രതികാര നടപടിയാണ് അവരുടെ നിയമങ്ങളിൽ. ഇപ്പോൾ തോറയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും പഴയ നിയമങ്ങൾ പരിശോധിച്ച് നോക്കിയാലും കാണാൻ പറ്റും പ്രതികാരം എന്നുള്ളതിനാണ് അവിടെ ഹൈലൈറ്റ്. അപ്പം ഇങ്ങനെ സംഭവിച്ചാൽ വധശിക്ഷ എന്നുള്ള ആ നിലക്ക് കൈ നിയമങ്ങളുണ്ട്, പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ജൂതന്മാരുടെ ഒരു പൊതുവായ രീതി. ക്രൈസ്തവരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദയ എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഒരു കവളത്തടി കിട്ടിയാൽ കവള് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു ദയ എന്നുള്ളതിന് പിന്നെ അല്ലെങ്കിൽ വെറുതെ വിടുക എന്നുള്ളതിന് പ്രാധാന്യം. ഇസ്ലാം അവിടെ രണ്ടിൻ്റെയും ഒരു മിഡിലായി ഒരു പാത്ത് എടുത്തു എന്നുള്ളത്, രണ്ട് ഓപ്ഷനും കൊടുത്തു. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു പ്രതികാരം എന്നുള്ള അല്ലെങ്കിൽ അത് ഭയങ്കര പ്രധാനമാണ്. കാരണം അവരുടെ ഇമോഷൻസ് ആ സമയത്ത് എങ്ങനെയാണുള്ളത്, അവർക്ക് ഇപ്പം ഒരു ദയ എന്നുള്ളത് മാത്രമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ അത്
ദയക്ക് ഉള്ള പ്രാധാന്യം പഠിപ്പിച്ച് കൊണ്ട് എന്നാൽ മറ്റു ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളായി, ഒന്ന് വധശിക്ഷയ്ക്ക് നേരെ കൊടുക്കാം, രണ്ടാമത്തത് വെറുതെ വിടാം, അതിനാണ് അല്ലെങ്കിൽ അങ്ങനെ ദയ കൊടുക്കുന്നതിനാണ് നല്ലത് എന്ന് പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ബ്ലഡ് മണി ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതായത് ഇതിന് പകരം ദിയ ആവശ്യപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ. അപ്പൊ അവിടെ ഈ 3 ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ കുടുംബത്തിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷ വിധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി തീരുമാനം ഈ ആരാണോ എഫക്ട് ചെയ്ത്, ആരാണ് അവരുടെ ഇമോഷൻസ് എന്തെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടുക, അതിന് അവർ എന്തുവാണ് തീരും ആ സമാധാനം ഈ ദയ നൽകുന്നതിലൂടെ ഒരു പ്രതിഫലം കിട്ടി എന്നുള്ള സമാധാനമാണോ, അതാണ് നല്ലത്, അതവർക്ക് തീരുമാനിക്കാം. അല്ല വധശിക്ഷ കൊടുത്ത് എൻ്റെ മോനെ കൊന്ന ആൾ അവരെ കൊല ചെയ്യപ്പെടണം എന്ന് തന്നെ പിന്നെ അവർക്ക് അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ, അല്ലെങ്കിൽ ഈ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതേ കാര്യം തന്നെയാണ്. അതായത് അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ന്യായങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയുടെ ഉപ്പ പറഞ്ഞ കാര്യം വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാമായിരുന്നു, രക്ഷിക്കാമായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇത്രയും വലിയൊരു തുക അത് സാധാരണ രീതിയിൽ ഉള്ള ഒരു അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം പല ആൾക്കാർക്കും പിന്നെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതെന്ത് ഈ നിയമം കാടൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്ന അവസാനത്തെ അടവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ തുക 34 കോടി രൂപയോ ബ്ലഡ് മണി, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ്. അവിടെയാണ് ഈ പറഞ്ഞ കാര്യത്തിന് പ്രസക്തി. അത് അവരുടെ തീരുമാനത്തിന് ആണ് പൂർണ്ണമായി, കാരണം അവരുടെ മകന്റെ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്, അവരുടെ ഇമോഷൻസ് ആണ് അവിടെ ലിമിറ്റ്. അവരുടെ മകന്റെ ജീവിതമാണ് പോയത്, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർസ്പെക്റ്റീവിൽ അത് മനഃപൂർവ്വമാണ്, കൊന്നതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ അവിടത്തേക്ക് നമ്മളെ പ്ലേസ് ചെയ്യും, എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഇതാണ്, നിങ്ങൾക്ക് ഇത്ര 1 ലക്ഷം മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ അവിടേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇസ്ലാമിൽ ഒരു നിയമം വരുന്നു, 50 ലക്ഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 50 ലക്ഷം കൊണ്ട് അവരുടെ മകന്റെ ജീവിതത്തിന് പകരമല്ല 50 ലക്ഷം. അല്ലെങ്കിൽ അപ്പൊ എന്താണ് ആ 50 ലക്ഷം എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും ഓപ്ഷനുമില്ല. അപ്പോൾ നേരെ വധശിക്ഷയെ നേരെ കൊല്ലുക എന്നുള്ളതാണ്. അവിടെ പരിധി നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ സഹോദരൻ വധശിക്ഷയ്ക്ക് വിധേയനായിട്ടുണ്ടാവുകയായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇവർ അപ്രാപ്യം എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു തുക നൽകി ഇത്രയും ഗൗരവകരമാണ്, ഞങ്ങൾ അത്രയും അതിന് വാല്യൂ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു 34 കോടി എന്നുള്ള ഒരു മനുഷ്യ ജീവന്റെ വില ഇടുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലുതാണോ? എനിക്കറിയില്ല. ഒരു മനുഷ്യ ജീവന്റെ വില ഒരിക്കലും നമുക്കത് നിശ്ചയിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, നമുക്ക് 34 കോടി കൂടുതലായിട്ട് നമുക്ക് തോന്നും, എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകനാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ആ ഉമ്മയുടെ കണ്ണുനീരിന്റെ ഭാഗമായിട്ട് 34 കോടി എന്ന് പറയുന്ന വലിയ തുക നമ്മൾ പറയുന്നത്, ആ തുക നമ്മൾ പിരിച്ചെടുത്തു. എന്തിനാ? ഒരാളുടെ ജീവൻ രക്ഷിക്കാനാണ്. അപ്പോൾ എന്നാൽ നേരെ അവർക്ക് ആ 34 കോടി എന്നുള്ളത് അവരുടെ മകന്റെ ജീവിതം പോയതിന്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിയാണ് കുറച്ച് ഇമോഷണൽ എലമെന്റ്സ് ഉണ്ട്, പക്ഷെ ആ ഇമോഷണലായി മാത്രം ചിന്തിക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈവൻ പലപ്പോഴും മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ മനഃപൂർവ്വമല്ലാത്തതിന് ഇത്രയും വലുതോ എന്ന ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടുതൽ, പിന്നെ ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കണ്ട മറ്റൊരു ട്രോൾ എന്താണെന്ന് അറിയാം, അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലെ നിയമം അത് കാടനാന്നൊക്കെ അവർ തെളിയിക്കാൻ നോക്കി, പിന്നെ അവസാനം അവരെത്തുന്ന വെച്ചാൽ ഇത് പാവപ്പെട്ടവനും പണക്കാരനും ഇവിടെ വിവേചനമുണ്ട്. കാരണം 34 കോടി, ഒരു ഉദാഹരണം ഇപ്പോൾ വന്നത് 34 കോടി ആർക്കും കൊടുക്കാൻ കഴിയുക, പണക്കാരനായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? നേരെ വധശിക്ഷയിലേക്ക് പോകും എന്നുള്ള, അത് ഭയങ്കര വിവേചനമാണ് ഇസ്ലാം കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ കാടൻ ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രയാസം വന്നിട്ടുണ്ട്. അതിൽ ഞാനായി കണ്ടൊരു ട്രോളുണ്ട്. എന്താ വെച്ചാൽ ഒരാൾ കൊലപാതകം ചെയ്തു, എന്നിട്ട് പിന്നെ ഒരു സിനിമയിലുള്ള ഇത് കാണിച്ചിട്ട് പറയാൻ ഒരു 34 കോടി ഇതാ നീ ചെയ്ത കൊലപാതകം ഹലാലാക്കി തരാം. അപ്പോൾ ഇങ്ങനെയാണ് ആൾക്കാർ എത്രത്തോളം പെരിഫറലായിട്ടാണ്, തൊലിപ്പുറത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളതിന് ഉദാഹരണമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ നമ്മളിപ്പോൾ കുറ്റം പറയുന്ന രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ അതൊക്കെ നമ്മൾ കുറ്റം പറയണം. ഇപ്പോൾ ശരിക്കും സൗദി, ഇപ്പോൾ നമ്മളൊരു രാജ്യത്തെ മാത്രം എടുക്കൽ, ഇപ്പോൾ സൗദിയെക്കുറിച്ചാണ് ചർച്ച വന്നത് എന്നുള്ളത് കൊണ്ട് പറയാം. ഇപ്പോൾ സൗദിയിൽ ഇതിനു വേണ്ടിയുള്ള സിസ്റ്റം എന്താണ്? ഇവർ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ? സൗദിയിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. EHSAN.SA എന്നടിച്ച് നമ്മൾ സൈറ്റിൽ അടിച്ച് നോക്കി നേരെ കാണാൻ പറ്റും. ഇഹ്സാൻ എന്നുള്ള സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഇത് ഒരുപാടുണ്ട്, രോഗികളെ സഹായിക്കാൻ, പിന്നെ അതുപോലെ തന്നെ മരുന്ന്, അതുപോലെ പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഇങ്ങനെയുള്ള സക്കാത്ത് കളക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ സക്കാത്തിന് അർഹരായവർ അല്ലാത്തവർ, അങ്ങനെയുള്ള പലതരം ഡൊണേഷൻസിനുള്ള ഒരു സംവിധാനം. അതിൽപ്പെട്ട ഒരു സംവിധാനമാണ് എന്ത്, ഇങ്ങനെ ബ്ലഡ് മണി ആവശ്യപ്പെട്ട് അത് ശിക്ഷ കാത്തു കഴിയുന്ന ആളുകൾക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അതായത്
ഇപ്പോൾ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, അദ്ദേഹത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 20 കോടി ചോദിച്ചു എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു 2 കോടി ചോദിച്ചു. നമുക്കെന്ത് ചെയ്യാം, ആ ആൾക്ക് ഈ ഇഹ്സാൻ എന്ന് പറയുന്ന സംവിധാനം വഴി എന്ത് ചെയ്യാം, നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ആപ്പ് പോലെ യെസ്, നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ക്രൗഡ് ഫണ്ടിങ് ആപ്പ് ഉണ്ടാക്കിയില്ലേ, ഇതുപോലെ അത് നമ്മൾ പ്രൈവറ്റ് ആയി നമ്മുടെ ഒരു ഇമോഷൻസിന്റെ പുറത്ത് ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്ത ഒരു സംവിധാനം. ഇങ്ങനൊരു സംവിധാനം സ്ഥിരമായി ഔദ്യോഗികമായി നിലനിൽക്കുന്നുണ്ട് ഇവിടെ സൗദിയിൽ കാലങ്ങളായി. അപ്പോൾ അവിടെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ വളരെ ചെറിയ, ഇപ്പോൾ എനിക്കൊരു 1000 രൂപ മതി, 1000 രൂപ എന്ത് ചെയ്യാം, എനിക്ക് ഒരു 2 കോടി കളക്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി 1000 രൂപ കൊടുക്കാം. വേറെ എല്ലാവരും ഇങ്ങനെ കൊടുത്ത് അവസാനം 2 കോടി എത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വധശിക്ഷയില്ല. എന്ന് വെച്ചാൽ ഇതിനൊരു സാമൂഹിക സംവിധാനം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം രാജ്യങ്ങളിൽ ഔദ്യോഗികമായി ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതിലുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വെച്ചാൽ ഇപ്പോൾ 2 കോടിയാണ് ബ്ലഡ് മണി. ആ 2 കോടി ഈ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുമല്ലോ, ആ ഡെഡ് ലൈനിനുള്ളിൽ എത്തിയാൽ ഇദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനി ഇൻ കേസ് എത്തിയില്ല, ഒരു 1.5 കോടി എത്തിയുള്ളൂ, ആ പറഞ്ഞ ബ്ലഡ് മണി ആയില്ല എങ്കിൽ ഈ ഡൊണേറ്റ് ചെയ്ത എല്ലാവർക്കും അവരെത്രയാണോ ഡൊണേറ്റ് ചെയ്ത് അത് അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യും. ഇത്രയും കൃത്യമായ ഒരു സംവിധാനം ഔദ്യോഗികമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ഇത്തരം രാജ്യങ്ങളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വളരെ പെരിഫറലായിട്ട് ആ പൈസ ഉള്ളവന് പറ്റും, ഇതൊന്നും അറിയാൻ പോലും ഇവിടുത്തെ ആൾക്കാർ. അതെ, ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതോ, അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ പറഞ്ഞല്ലോ ഈ റാഷണൽ എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ബ്ലഡ് മണി എന്നുള്ളതിന്റെ ഒരു റാഷണൽ എന്താണ്, അപ്പോൾ ഒരു ശിക്ഷ എന്നുള്ളതിന്റെ റാഷണൽ എന്താണ്, എല്ലാം പോട്ടെ. ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഒരാൾ തെറ്റ് ചെയ്താലും അയാളെ പിടിച്ചിങ്ങനെ അടിക്കുക, അയാളെ പീഡിപ്പിക്കുക എന്നതാണോ? അതല്ല, നമ്മൾ ഈ പറഞ്ഞ 2 ഒബ്ജക്റ്റീവുകൾ, 2 പ്രധാനപ്പെട്ട വേറെ ഒരു ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ സമൂഹത്തിന് സന്ദേശം നൽകുക, ഇരകൾക്ക് ഒരു സമാധാനം കിട്ടുക, ഈ ഒബ്ജക്റ്റീവിന്റെ പുറത്താണ് ഈ ശിക്ഷകളെല്ലാം. നമുക്കൊരു പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയില്ല എന്നൊക്കെ തോന്നുന്ന ആ സാധനങ്ങളെല്ലാം ഈ 2 ഒബ്ജക്റ്റീവുകളാണ്. അപ്പോൾ നമുക്ക് ശിക്ഷകൾ കൊണ്ട് ഈ ലോകത്ത് അത്രയും തന്നെയൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ കേവലമായ ഒരു ട്രോളും കുറച്ചൊരു ഇമോഷൻസിൻ്റെ ഒക്കെ പുറത്ത് മാത്രം കാര്യങ്ങളെ പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് പിന്നെ വെറും ട്രോളും അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രമല്ല, ഒന്ന് എല്ലാ സമൂഹത്തിലും മറ്റ് സമൂഹങ്ങളോട് ഒരു സെനോഫോബിയ ഉണ്ടാവും, ഒരു ഇൻഹറൻ്റായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് അറബികളോട് അറബ് വംശജ എന്നുള്ള നിലക്ക് ഒരു മുസ്ലിങ്ങളാണ് അല്ലെ ഇസ്ലാമോഫോബിയുടെ എലമെന്റ് കൂട്ടിക്കെട്ടി അറബ് സിനോഫോബിയ കൂടുതലുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പ്രളയം വന്നപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്? അറബികളാണ്. അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ ഇത് സിനോഫോബിയയുടെ എലമെന്റ് നമ്മൾ ശരിക്കും അവിടെ പ്ലേസ് ചെയ്യാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നീതി പോലും അല്ല. നമ്മളെ ആ നിലക്ക് സഹായിച്ച ആളുകളായിരുന്നു അവർ. പിന്നെ അത് എന്നിട്ട് ഒരു ചെറിയൊരു ഇൻസിഡന്റ് വെച്ചിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ പറയാം കാട്ടറബികൾ എന്ന് വിളിക്കുക അല്ലെ. അത് അവരുടെ പിന്നെ ഇതൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇങ്ങോട്ട് ഇപ്പോൾ കേരളത്തിന്റെ എക്കോണമി നിലനിൽക്കുന്ന തന്നെ ഗൾഫിൽ നിന്ന് അധ്വാനിക്കുന്നവരും അല്ല അവിടുന്ന് കിട്ടുന്ന ഇതാണ് പ്രളയത്തിന് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നാലും നമുക്ക് തികട്ടി വരുന്ന ഒരു വികാരമുണ്ട് ആ ആളുകളോട് ഒരു തരത്തിലുള്ള. അപ്പം അത് എന്താ പറയുക, അതിന് ഇങ്ങനെയുള്ള കുറച്ച് നിമിത്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രം. നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്. യൂസിസ് കൊണ്ടുവരണം, അതേപോലെ ഇസ്ലാം നിരോധിക്കണം, ശരീഅത്ത് നിരോധിക്കണം, അല്ലെങ്കിൽ ശരിയാ നിയമങ്ങൾ അപ്രസക്തമാണ് എന്ന് പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് ചില നിമിത്തങ്ങൾ ഉണ്ടാകുന്നത് മാത്രമാണ്. പക്ഷേ ആ ഒരു വെറുപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തക്കും അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ ഓരോന്നും ഞാൻ പറയുന്നത് ഈ ബ്ലഡ് മണിയുമായിട്ട് ബന്ധപ്പെട്ട് വധശിക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ തന്നെ പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ മാനവികതയും അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം വന്നിട്ടുള്ളായിരുന്നെങ്കിൽ ഞാൻ പേഴ്സണലി എനിക്ക് ഈ വിഷയത്തിൽ ഇത്രത്തോളം മാനവികമായിരുന്നു. നമ്മളെ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴല്ലേ മനസ്സിലാക്കുക ഈ ഇസ്ലാമിക ശരീരത്തിലെ ആ വിഷയം. ഇസ്ലാമിക ശരീരത്ത് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കുറ്റം ചെയ്യുക എന്നുള്ളത് 2 രീതിയിലാണല്ലോ കാണുന്നത്. ഒന്ന് അള്ളാഹുവിനോടുള്ള കുറ്റം, അത് നമ്മൾ നിസ്കരിക്കില്ല എന്ന് പറയുന്ന ആ രീതിയിലുള്ള കുറ്റമാണ്. അല്ലെങ്കിൽ മനുഷ്യരോടുള്ള കുറ്റം. ആ മനുഷ്യരോടുള്ള കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരെ കൂടി കൂട്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരാളെ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ കൂടി നമ്മൾക്ക് പുറത്തു വന്നാലേ ഇസ്ലാമിലത് ആ നിലക്ക് അവരുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ നിയമം വരുന്നത്. അത് എത്രമാത്രം പിന്നെ കാലികമാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഇവിടെ കൊണ്ടുവന്നത് കാട നിയമമല്ലേ, ഏത് നിയമം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്? നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ നിയമത്തെ നമ്മൾ കാണുമ്പം എല്ലാ നിയമങ്ങളിലും പഴുതുകളുണ്ട്. ആ പഴുതുകളുള്ള നിയമത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കണം.
യെസ്, അപ്പോൾ അതാണ് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഏതൊരു വിഷയത്തിലെന്ന പോലെ ഈ വിഷയത്തിലും ഉണ്ടാകും. ഈ ഒരു വിവാദം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന വളരെ വളരെ പോസിറ്റീവാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ നല്ലതാണ്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതൊരു വേറെ എന്റർടൈൻമെന്റ് അല്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വെറുപ്പിന്റെ ആ ഒരു ഫ്ലോയിലങ്ങ് പോയിക്കോളും. അവരെ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ. അത് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മറ്റു വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.